എഫക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായാലും അപ്പം ആ ഡെൽറ്റ വാല്യൂ പോസിറ്റീവും നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സിങ്കിങ് മൊമെൻറ്റ് ഈൽഡ് സപ്പോർട്ട് ഈൽഡിങ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടാകുമ്പോൾ ബിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. ബിന്ന് എയിലോട്ട്, പിന്നെ ബിന്ന് സിയിലോട്ടാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് -6EI/L². നമ്മൾ എക്സ്പ്ലനേഷനിൽ സെറ്റിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതിൽ -6EI/L² എന്നും പറഞ്ഞ് നമ്മളെങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചായിരുന്നു. അതാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതെ, നമ്മളിവിടെ ആണെങ്കിൽ പറഞ്ഞായിരുന്നു ആ സെറ്റിൽമെൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ് ആ മൊമെൻറ്റിങ് പാസ് ചെയ്യുന്നതെന്നുള്ള. ആ മൊമെൻറ്റിങ്ങിൻ്റെയാണ് ഈ ഡെൽറ്റ വാല്യൂ കാണിച്ചേക്കുന്നത്. M/EI കൊഞ്ചുഗേറ്റ് ഫിഗർ വരച്ച് എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ MA MB എന്ന് പറയുന്നത് -6EI/L² ഡെൽറ്റ എന്ന് വരും. അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്താണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്, ഫൈനൽ മൊമെൻറ്റ് ഇക്വേഷൻ കിട്ടുന്നത്. അത് ഈ 2EI/L വെളിയെടുത്ത് അതാണ് 3Δ/L എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സിങ്കിങ് ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൽ ഡയറക്റ്റ് ഡെൽറ്റയുടെ അവിടെ ആ സിങ്കിങ്ങിൻ്റെ വാല്യൂ തന്നേക്കിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഡെൽറ്റയിൽ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ 6EI എന്ന് പറഞ്ഞ ആ എക്സ്പ്ലനേഷനിൽ പറഞ്ഞേക്കുന്ന ആ കണ്ടീഷൻ വെച്ച് ഇങ്ങനെ ഇവിടെ സോൾവ് ചെയ്തിട്ട് ഡയറക്റ്റ് ആ 3Δ/Lൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ അങ്ങ് ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ MAB MBA എന്ന് പറയുന്നത് -6EI/L² ഡെൽറ്റയാണ്. അപ്പോൾ EIയുടെ വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ എന്ന് പറയുന്നത് 15 mm ആയിരുന്നു, അതിനെ മീറ്ററിലോട്ടാക്കാനാണ് 15/1000 കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് അവിടുത്തെ മൊമെൻറ്റിങ് ഫോം ചെയ്യുന്നത്. മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -6 kN/m. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വാല്യൂ ആണ് ഞാൻ ഈ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞേ. മൊമെൻറ്റിങ് എടുക്കുമ്പോൾ എങ്ങനെയാണ് മൊമെൻറ്റ് തിരിച്ചായിരിക്കും പോകും ചെയ്ത്. സാധാരണ എന്ന് പറഞ്ഞാൽ AB എടുക്കുമ്പോൾ എങ്ങനെയാണ് മൊമെൻറ്റ് വരുന്നത്, ഇങ്ങനെയാണ് മൊമെൻറ്റ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടായപ്പോൾ ഈ മൊമെൻറ്റ് എന്നുള്ളത് തിരിച്ചിങ്ങനെയാണ് പോകുന്നത് കേട്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അപ്പോൾ അത് വെച്ച് ഇവിടെ BC സ്പാൻ എന്ന് പറയുമ്പോൾ 6EI/L² പോസിറ്റീവ് ആയിരിക്കും, മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും BCയിൽ പോകുന്നത്, ABയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ച് ഇവിടെ വാല്യൂ -6 kN/m, MA MBAയിൽ -6 kN/m, MBC MCBയിൽ 8.64 kN/m ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്തുവാ, MFAB + 2EI/L 2AB ആയതുകൊണ്ട് 2θA + θB - 3Δ/L. AB പേര് അനുസരിച്ച് വേണം θAയും θBക്കും 2 കൊടുക്കാൻ, അത് മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. MFAB എന്ന് പറയുന്നത് ഫിക്സഡ് എൻ മൊമെൻ്റ് ആണ്. ആ വാല്യൂ ഇവിടെ ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഫിക്സഡ് എൻ മൊമെൻ്റ് ആദ്യത്തെ വാല്യൂ, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. അന്നേരം എങ്ങനെയാണ് വരുന്നത്, അപ്പം MFAB + 2EI/L 2θA + θB - 3Δ/L. L എന്ന് പറയുന്നത് ഇവിടുത്തെ 6 മീറ്ററാണ് അവിടുത്തെ സ്പാൻ, AB സ്പാൻ. അപ്പോൾ MFAB വാല്യൂ എന്തുമായിരുന്നു, -44.44 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഈ θA ക്യാൻസൽ ചെയ്യാം, കാരണം ഫിക്സഡ് ആയതുകൊണ്ട് അവിടെ സ്ലോപ്പില്ല. അപ്പോൾ ഈ θA ക്യാൻസൽ ആവും, അപ്പോൾ θB മാത്രമേ കാണൂ. അത് സോൾവ് ചെയ്യുമ്പോൾ EI/3 θB എന്ന് വരും, മൈനസ് ഈ 3Δ/6 എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ഈ വാല്യൂ ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3Δ/6ൻ്റെ സ്ഥാനത്ത് -6 എന്ന് എഴുതുക, കാരണം ഇത് നമ്മൾ നേരത്തെ സോൾവ് ചെയ്തു, ഇവിടെ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇങ്ങനെ സോൾവ് ചെയ്തില്ലെങ്കിൽ മാത്രമേ ഡെൽറ്റയ്ക്ക് വാല്യൂ 15 mm ആണെങ്കിൽ അതിന് 0.015 എന്ന് ഈ ഡെൽറ്റയുടെ സ്ഥാനത്ത് അന്നേരം എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഈ ഡെൽറ്റയുടെ സ്ഥാനത്ത് -3 ×
0.015/6 ഇങ്ങനെ വേണം എഴുതാൻ. അതല്ലെങ്കിൽ ആദ്യമേ ഇങ്ങനെ 6EI/L² ഡെൽറ്റ വെച്ച് ആ മൊമെൻറ്റിങ്ങിന് അല്ലെങ്കിൽ ആ ഡെൽറ്റ സെറ്റിൽമെൻറ്റ് മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വീണ്ടും ഈ ഡെൽറ്റയ്ക്ക് -6 ഡെൽറ്റയ്ക്ക് കൊണ്ട് -6 8.6 കൊണ്ട് ഇടരുത്. ഈ 3 ഡെൽറ്റ/Lന് പകരമാണ് ഈ -6 നമ്മളിവിടെ എഴുതുന്നത്. മാറിപ്പോരുത്. ഈ ഫുൾ ആ ഒരു കമ്പോണൻറ്റിന് വേണ്ടി ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഈ ഒരു കമ്പോണൻ്റ് വാല്യൂ തന്നെയാണ് ഇവിടെയും കണ്ടുപിടിച്ചേക്കുന്നത് കേട്ടോ. അതിൽ ഈ 6EI/L² നിന്ന് 2EI/L വെളിയെടുക്കുമ്പോഴാണ് ഈ 3 ഡെൽറ്റ/L നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സ്ഥാനത്താണ് ഈ -6 എഴുതിയേക്കുന്നത്. അല്ലാതെ വീണ്ടും 3 × 6/6 എന്നും പറഞ്ഞ് എഴുതരുത്, അത് തെറ്റാണ്. ഓക്കെ. അപ്പോൾ MFAB + 2EI/L 2θA + θA ക്യാൻസലാവും. അപ്പോൾ EI/3 θB -6 എന്ന് കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇനി MBA എന്ന് പറയുമ്പം MFBAയുടെ വാല്യൂ 88.89 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെയും θA ക്യാൻസലാവും. 2EI/3 ഇത് അകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അകത്ത് കയറ്റുമ്പോൾ θB മൈനസ് ഈ 3 ഡെൽറ്റ/6ൻ്റെ സ്ഥാനത്താണ് -6 ഇട്ടേക്കുന്നത്. അതും ഇവിടെ എഴുതി. അതുപോലെ MFBCയുടെ വാല്യൂ -41.67 ആണ്. ഇവിടെ θBയും θCയും ഉണ്ട്. A മാത്രമേ നമുക്ക് ക്യാൻസൽ ആവുന്നുള്ളൂ. അപ്പോൾ അതിവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഈ 3 ഡെൽറ്റ/5ന് പകരമാണ് 8.64 ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടല്ലോ, ഇവിടെ കണ്ടോ, നമുക്കിവിടെ പോസിറ്റീവ് വാല്യൂ 8.64 പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. അതുപോലെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽമെൻറ്റ് ഞാൻ പറഞ്ഞു. സെറ്റിൽമെൻറ്റ് വരുമ്പോൾ ഡെൽറ്റ ബിയുടെ അവിടെ പോസിറ്റീവാണ്. അപ്പോൾ ആ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ആ ഇക്വേഷൻ അതുപോലെ -3 ഡെൽറ്റ/L എന്ന് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ -6 അതുപോലെ ഈ മൈനസിൻ്റെ കൂടെ വീണ്ടും മൈനസ് വരുന്നില്ല. ഈ -6 എന്ന് പറയുന്നത് ഈ AB സ്പാനിൻ്റെ ആ സിങ്കിങ്ങും ആണ് ഈ കാണിച്ചേക്കുന്നത്. പക്ഷേ BC എടുക്കുമ്പോൾ സിങ്കിങ് നെഗറ്റീവ് ആവും. അതുകൊണ്ടാണ് ആ നെഗറ്റീവ് ഇത് പോസിറ്റീവായിരിക്കും. നെഗറ്റീവ് പോസിറ്റീവായി 3 ഡെൽറ്റ/5 എന്ന് പറയുന്നത്. നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിൽ -3 ഡെൽറ്റ/L എന്നാണ്. പക്ഷേ ഇവിടെ +3 ഡെൽറ്റ/L എന്നാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് സപ്പോർട്ടാണ് താഴോട്ട് പോയതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ വാല്യൂ 8.64 വാല്യൂ ഇട്ട് കൊടുക്കുക. അത് സോൾവ് ചെയ്തു. MCBയിലും സെയിം അതുപോലെ ചെയ്യുക. അവിടെയും പോസിറ്റീവാണ്. MCBയിലും നെഗറ്റീവ് -3 ഡെൽറ്റ എന്നുള്ളത് +3 ഡെൽറ്റ എന്ന് പറഞ്ഞാൽ -ഡെൽറ്റയാണ് ഇവിടെ വരുന്നത്. അത് മാറി +ആയി. അത് ആ മൈനസ് ഈ മൈനസും കൂടെ + ആവുകയാണ്. എന്നിട്ട് MCD മൊമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി ജോയിൻ്റ് ഇക്വിലിബ്രിയം 2 മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. ബിയും സിയും ആണ് ഇൻ്റർമീഡിയറ്റ് മെമ്പേഴ്സ്. ഓക്കെ.